കൊച്ചി എയർപോർട്ടിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഈ കാണുന്ന നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ്. ഉച്ചയ്ക്ക് 12 മണിയുടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർക്കും അവിടെ നിന്നും വാരണാസിയിലെത്തിയപ്പോൾ വൈകുന്നേരമായിരുന്നു. ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. കൊച്ചിയിലെ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. Tampering with or removing the life jacket without crew authorization is prohibited and punishable. In case of an emergency landing, slides or slide rafts may be deployed. Please read our safety instruction card on how to use the slide. ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളെല്ലാം കുഞ്ഞു കുഞ്ഞ് തീപ്പെട്ടിക്കൂട് പോലെ നമുക്ക് താഴെ കാണാം. മേഘങ്ങൾക്കിടയിലൂടെ വീടുകൾ നമുക്ക് കാണാം. കട്ട പിടിച്ച മഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ പൂർണ്ണമായും മേഘത്തിൻ്റെ അകത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാരണം ഇത് വാരണാസി എന്ന പുണ്യഭൂമിയെക്കുറിച്ചുള്ളതാണ്. അവിടെ പോകാൻ സാധിക്കാത്തവർക്കും ഇനി പോകാനിരിക്കുന്നവർക്കും എല്ലാം ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് മുഴുവൻ കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. നിങ്ങളുടെ സഹകരണമാണ് ഇതുപോലുള്ള യാത്രകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹകരണം എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
വാരണാസിയിലെത്തിയപ്പോൾ നേരം സന്ധ്യയോട് അടുത്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് നേരെ പോയത്. അവിടെ വിശ്രമിച്ചു. ശേഷം വൈകിട്ടത്തെ ഭക്ഷണവും കഴിച്ചു കിടന്നു. രാവിലെ അതിശക്തമായ ഇടിയോടുകൂടിയ മഴയായിരുന്നു. എന്നാൽ മഴ അധികം നീണ്ടു നിന്നില്ല. മഴ പെയ്തത് സത്യത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. എന്തെന്നാൽ കാശിയിൽ ഏകദേശം 45 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത്. വേറൊരു പ്രത്യേകത 5 മണിക്ക് തന്നെ ഇവിടെ നേരം വെളുക്കും എന്നതാണ്. അതുകൊണ്ട് അവിടെ മഴ പെയ്ത് തോർന്നതിൻ്റെ വെള്ളം കിടക്കുന്നത് കാണാം. പടിക്കെട്ടിലും അവിടെയെല്ലാം. രാവിലെ തന്നെ ഞങ്ങൾ പോയത് ഗംഗാ സ്നാനത്തിനും ബലിയിടുന്നതിനും വേണ്ടിയാണ്. ആ നടകളിലൊക്കെ ഇരുന്നാണ് ബലികൾ ഇടുന്നത്. അവിടെ ശാന്തിമാർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ബലി ഇടാൻ കുറച്ച് പേര് റെഡിയായിരിപ്പുണ്ട്. ഗംഗയിൽ മുങ്ങി വന്നതിന് ശേഷമാണ് അവർ ആ പടിക്കെട്ടിലിരിക്കുന്നത്. താഴെക്കൂടെ പുണ്യനദിയായ ഗംഗ ഒഴുകുന്നു. ബലിയിടുന്നതിന് ഒരാൾക്ക് 850 രൂപയാണ്. അപ്പോൾ ബലിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പൂജാരി തന്നെ കൊണ്ടുവരും. ബലിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഒറ്റ റിക്ഷ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പകുതി ഓട്ടോയും പകുതി ബൈക്കോ പോലെയാണ് എൻ്റെ രൂപകൽപ്പന. ബലിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് വിശ്രമിച്ചതിന് ശേഷം എല്ലാവരും കൂടി പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. ഈ വഴി നേരെ ചെല്ലുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിലെ കാശി അല്ലെങ്കിൽ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം. ഗംഗയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവൻ ഇവിടെ വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രവളപ്പിൽ ഒരു കിണറുണ്ട്. ഇതിന് യാൻബാവി കിണർ എന്നാണ് പറയുന്നത്. എന്നാൽ നിരവധി പ്രാവശ്യം ഈ ക്ഷേത്രം മാറി വന്നുകൊണ്ടിരുന്ന ഭരണാധികാരികളാൽ ആക്രമിക്കപ്പെടുകയും പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും പ്രൗഢിയോടെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് കർശന സെക്യൂരിറ്റി ചെക്കപ്പുണ്ട്. ബാഗ്, കുട, ചീപ്പ്, പേന, മൊബൈൽ തുടങ്ങി കൊടുത്തിരിക്കുന്ന ഡ്രസ്സല്ലാതെ ഒന്നും അകത്തേക്ക് കടത്തി വിടത്തില്ല. തൊട്ടടുത്ത് കാശിയുടെ ഹൃദയത്തിൽ ദിവ്യമായ തേജസ്സോടെ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് വിശാലാക്ഷി ക്ഷേത്രം. സതീദേവിയുടെ കണ്ണുകൾ പതിച്ച സ്ഥലമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വിശാലാക്ഷി എന്ന് പേർ വന്നത്. അവിടെ ആ തീ കത്തുന്നത് ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നതാണ്. ഗംഗയുടെ തീരത്താണ്. എപ്പോഴും അവിടെ ഡെഡ് ബോഡികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കും.
അതെല്ലാം ഗംഗയിൽ മുക്കി നേരെ ചിതയിൽ വെച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോൾ ചെന്നാലും നമുക്കത് കാണുവാൻ സാധിക്കും. അവിടെ അന്നപൂർണേശ്വരി മന്ദിർ, ശ്രീ വിശാലാക്ഷി ശക്തിപീഠ്, അടോബി ദേവി ക്ഷേത്രം, അയോധ്യ രാമജന്മഭൂമി, ഹനുമാൻ ഗഡി, ദശരഥ മഹൽ തുടങ്ങിയ സ്ഥലങ്ങൾ ഈ യാത്രയോടൊപ്പം ഞങ്ങൾ സന്ദർശിച്ചു. എൺപത്തിനാല് ഹട്ടുകളാണ് ഗംഗാ നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓരോന്നും ഗംഗയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. ഈ 84 ഹട്ടിൽ 2 ശവസംസ്കാരത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു. അതായത് മണികർണിക ഹട്ടും ഹരിചന്ദ്ര ഹട്ടും. ഇത് രണ്ടും ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിന് മാത്രമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. എപ്പോൾ ചെന്നാലും നമുക്ക് മൃതദേഹം ദഹിപ്പിക്കുന്നത് കാണാം. ഗംഗാ നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ഹട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഇവയിൽ മിക്കതും പണിതിട്ടുള്ളത് എന്ന് കരുതുന്നു. വാരണാസി വൈവിധ്യമാർന്ന ഹട്ടുകളുടെ കേന്ദ്രമാണ്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഘട്ട് എന്നാൽ കടവ് എന്നാണ് അർത്ഥം. ഈ പടവുകളിൽ ഇരുന്നാണ് ബലികർമ്മങ്ങൾ നടത്തുന്നത്. നിരവധി കൊച്ചു കൊച്ചു ബോട്ടുകൾ നമുക്കവിടെ കാണാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയിലൂടെ നമുക്ക് ബോട്ടിൽ സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട്. ഏതാണ്ട് 6-7 കിലോമീറ്ററോളം ഗംഗാ നദിയുടെ തീരത്തുകൂടി ആണ് ഈ ഘട്ടുകളെല്ലാം പണിത് വച്ചേക്കുന്നത്. 84 ഘട്ടും പണിതേക്കുന്നത് ഈ 6-7 കിലോമീറ്ററിനുള്ളിലാണ്. വിവിധ ടൈപ്പിലുള്ള ബോട്ടുകൾ നമുക്കവിടെ കിട്ടും. നമുക്കിഷ്ടമുള്ളത് ബുക്ക് ചെയ്ത് അതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും. എൺപത്തിനാല് ഘട്ടുകളുള്ളതിൽ 2 അതായത് മണികർണിക ഹരിചന്ദ്ര ഘട്ടുകൾ ശവസംസ്കാരത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളത് പൂജകൾ നടത്തുവാനും ബലിയിടാനും കുളിക്കാനും ഒക്കെയുള്ള ഇതായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈയിടെ ഉദ്ഘാടനം ചെയ്ത ഇടനാഴിയിലൂടെ ഞങ്ങൾ ഘട്ടുകളിലേക്ക്, അതായത് ഗംഗാ തീരത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ ശബ്ദകോലാഹലങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം അത് അവിടുത്തെ ആ ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ആണ് ഇട്ടേക്കുന്നത്. സകല പാവങ്ങളിൽ നിന്നും മോചനത്തിനായി ഗംഗയിൽ സ്നാനം ചെയ്താൽ മതിയെന്ന് വിശ്വസിക്കുന്നു. ഗോമുഖിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. വടക്കു നിന്നും തെക്കോട്ടൊഴുകുന്ന നദി കാശിയിലെത്തുമ്പോൾ തെക്ക് നിന്നും വടക്കോട്ടാണ് ഒഴുകുന്നത്. ഗംഗയുടെ തീരത്തായി 4 മൈൽ നീളത്തിലാണ് ഈ ഘട്ടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നിരവധി പടവുകൾ മുകളിൽ നിന്നും താഴേക്കായി, അതാ ഗംഗയുടെ തീരത്തേക്ക് ആയി പണിത് വച്ചേക്കുന്നു. അതിലൂടെ ഇറങ്ങി നമുക്ക് നേരെ ഗംഗയിൽ സ്നാനം ചെയ്തിട്ട് ബലിയിടാനുള്ള സൗകര്യങ്ങൾ
ഈ ഘട്ടുകളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളത്തിന് തൊട്ടടുത്ത ഭാഗത്ത് അധികം ആഴമില്ല. അങ്ങോട്ട് പോകും തോറും നിലയില്ല കയത്തിലേക്കാണ്. ഗംഗാശുദ്ധി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഹരിശ്ചന്ദ്രഘട്ട് അത് കഴിഞ്ഞു കാണാം. കാശിയിൽ ചെന്നാൽ എല്ലാമായി എന്നാണ് വിശ്വാസം. ഗൗതമ ബുദ്ധൻ തൻ്റെ ആദ്യ ധർമ്മപ്രഭാഷണം നടത്തിയത് ഇവിടെ വച്ചാണ്. കൂടാതെ ഇവിടെയാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഘട്ടുകളിൽ ചെല്ലുമ്പോഴും മന്ത്രോച്ചാരണങ്ങളും ബലിയിടുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ബോട്ടിൽ യാത്ര ചെയ്താൽ തെക്കേ അറ്റത്ത് നിന്നും ഏറ്റവും അവസാനമുള്ള വടക്കേ അറ്റത്തുള്ള ഘട്ടിലേക്ക് നമ്മളെ ബോട്ടുകാർ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരും. തെക്കേ അറ്റത്തുള്ള അസിഘട്ടിൽ വെച്ചാണ് അസി നദിയുമായി ഗംഗ ലയിക്കുന്നത്. കൂടാതെ തുളസിഘട്ടിൽ വെച്ചാണ് തുളസീദാസ് രാമചരിത മാനസം രചിച്ചതെന്നും പറയപ്പെടുന്നു. അന്തരീക്ഷത്തിൽ പടവുകളിൽ നിന്നുയരുന്ന മന്ത്രധ്വനികൾ മുഴങ്ങുന്നു. ശാന്തമായി ഒഴുകുന്ന പരിശുദ്ധമായ ഗംഗയിലൂടെ ബോട്ടിൽ ഞങ്ങൾ യാത്ര തുടർന്നു. വരുണ നദിയുടെയും അസി നദിയുടെയും ഇടയിലുള്ളതിനാൽ ഇവിടം വാരണാസി എന്നും അറിയപ്പെടുന്നു. മണികർണികാഘട്ട്, ഹരിശ്ചന്ദ്രഘട്ട് ഇവ ഒഴിച്ച് ബാക്കിയുള്ളവ പൂജാകർമ്മങ്ങൾക്കും കുളിക്കുന്നതിനും ബലിയിടുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്നു. അസിഘട്ട്, ഗംഗാ മഹൽ ഘട്ട്, റിവാൻ ഘട്ട്, തുളസി ഘട്ട്, രതൈനി ഘട്ട്, ജാനകി ഘട്ട്, മാതാ ആനന്ദമയി ഘട്ട്, ഇങ്ങനെ പോകുന്ന ഓരോ ഘട്ടിൻ്റെയും പേരുകൾ. കൂടാതെ വടക്കേ അറ്റത്തുള്ള നമോ ഘട്ട് പണിതിട്ട് അധികനാളായിട്ടില്ല. ഇത് ഗംഗ ആരതി നടക്കുന്ന സ്ഥലത്തിനടുത്താണ്. ഇവിടെ കുട്ടികൾക്കായുള്ള വിവിധ തരത്തിലുള്ള റൈഡുകളും മിനി പാർക്കും സജ്ജീകരിച്ചിരിക്കുന്നു. ഒപ്പം കോഫി ഷോപ്പ്, ശുചിമുറി തുടങ്ങിയവയും ഉണ്ട്. ഇതിനടുത്തായി ഒരു ഹെലിപ്പാഡുമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ നരേന്ദ്ര മോഡിജിയാണ്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും അടിയിലാണ് നദി. അതിലൂടെ ബോട്ടും തൊട്ടു മേളിൽ കൂടെ ട്രെയിനും അതിൻ്റെ മേളിൽ കൂടെ ബസ്, കാറ് തുടങ്ങിയ വാഹനങ്ങളും പോകുന്നു എന്നതാണ്. മറ്റൊരു പ്രത്യേകത, ഇതിന് സ്വല്പം പോലും കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല. മുഴുവൻ ഗട്ടർ കൊണ്ടുള്ള പണിയാണ്. ഒരേ സമയം ട്രെയിനും വാഹനങ്ങൾക്കും പോകാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പണിയാണ്. ആ ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാം. തൊട്ട് മുകളിൽ കൂടെ മറ്റ് വാഹനങ്ങളും പോകുന്നു. അതാണ് ആ പാലത്തിൻ്റെ പ്രത്യേകത.
പ്രയാഗ്രാജ്, ത്രിവേണി സംഗമം, ഗംഗ, ആരതി, അലോപ്പി ദേവീക്ഷേത്രം, കുംഭമേള നടക്കുന്ന സ്ഥലം തുടങ്ങിയവ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് 2 വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. ആ വീഡിയോകൾ ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. നന്ദി. ആ സൈഡിൽ ഹെലിപ്പാഡൊക്കെ ഉണ്ട്. അപ്പം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മോദിയൊക്കെ വരുന്ന സമയത്ത് അവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് ഹെലിപ്പാഡ്. ആ സൈഡിൽ നമുക്ക് കാണാം. ആ ഇതൊക്കെ പാർക്കാണ്. ഈ പാദത്തിന്റെ മേളിൽ വേറെ കളറാണ്, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കാരണം ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ മേലെ താഴെ കണ്ടോ 2 കളറാണ്. ഈ പാദം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഹൈറ്റിൽ ഇവിടെ മഴ ഉള്ളപ്പോൾ വെള്ളം കയറും. ചെറിയൊരു താമരയെ കാണാൻ പറ്റും പാദത്തിന്റെ ഇടയ്ക്ക്. 2 കൈ ചേരുന്നുണ്ട്.